ഇപ്പം ഞാൻ നിൽക്കുന്നത് മധുരയിലാണ് നിൽക്കുന്നത്. ഈ മധുരയിലേക്ക് വരുന്ന കാര്യം ആലോചിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറേ തവണ മധുരയിൽ വന്ന് പല പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്തിനാണ് വീണ്ടും വീണ്ടും മധുരയിലേക്ക് വരുന്നതെന്ന്. പിന്നെ വിചാരിച്ചു വെറുതെ എവിടെയും പോകാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ, പോയ സ്ഥലത്ത് വീണ്ടും പോയാലും ഒരു കുഴപ്പമില്ല. മാത്രമല്ല ഇന്നലെ ഞാൻ സ്ലീപ്പർ നോക്കിയപ്പോഴും മധുരയിലേക്ക് അവൈലബിൾ ആയിരുന്നു. കൊല്ലത്ത് നിന്നും ഇവിടം വരെ വരുന്നതിന്, മധുര വരെ വരുന്നതിന് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 330 രൂപയേ ഉള്ളൂ. അങ്ങനെ അമൃത എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നത്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും രാത്രി 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. കൊല്ലത്ത് അത് 9:30 എത്തും. അങ്ങനെ കൊല്ലത്ത് നിന്നും 9:35 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി രാത്രി യാത്ര ചെയ്ത് നല്ല സുഖമായി ഉറങ്ങി യാത്ര ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ 10 മണിയാകുമ്പോൾ മധുരയിലെത്തും. മധുരയിലേക്ക് വരാൻ ഏറ്റവും നല്ലൊരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ. പിന്നെ വേറൊരു ട്രെയിനിൻ്റെ കാര്യം ചിലർ പറയും എന്ന് വെച്ചാൽ പുനലൂർ മധുര എക്സ്പ്രസ് ഉണ്ട്. പക്ഷെ അതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ ഒരു 3-3:30 സമയത്ത് വിടത്തും, വെളുപ്പിനെ. ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഉറക്കവും കളഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വെറുതെ പോസ്റ്റായിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാവുമ്പോൾ രാത്രി നല്ലതുപോലെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ വിടെത്താം. അതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ഗുണം. അങ്ങനെ ഞാൻ മധുരയിലെത്തിയിരിക്കുവാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന കാഴ്ചകളെല്ലാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഏക്കർ കണക്കിന് കൃഷിപ്പാടവും പിന്നെ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധുരയിൽ നിന്നും തേനി വരെ പോവാം. തേനിക്ക് അടുത്തായിട്ട് വീരപാണ്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടവും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴേ വെള്ളമൊക്കെ ഉണ്ടോയെന്നറിയാൻ വയ്യ. എന്തായാലും വലിയ വെയിലില്ല. പിന്നെ ഈ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോഴെനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് അവിടെ വെള്ളം കാണാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കെല്ലാം ഒന്ന് പോയിട്ട് വരാം. അപ്പോഴെന്തായാലും നമുക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാം. കഴിച്ചതിന് ശേഷം ബാക്കി ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു നെയ് റോസ്റ്റിന് 90 രൂപയായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു നെയ് റോസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു ചായ, അങ്ങനെ ചായക്ക് 20 രൂപ. നല്ല ചായ ആയിരുന്നു കേട്ടോ. സാധാരണ ഒരു ചായ ഗ്ലാസ്സിനകത്തല്ല തന്നത്, ഇത് ഒരു കപ്പിനകത്തൊക്കെയാണ് തന്നത്. ചായയും കൊള്ളായിരുന്നു, നെയ് റോസ്റ്റും കൊള്ളായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു മധുരയിലൊരു ലൈബ്രറി ഉണ്ട്. അതിനോട് ചേർന്നൊരു അതിന് ഓപ്പോസിറ്റ് സൈഡായിട്ടൊരു ചെറിയൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. നല്ല നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അങ്ങനെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ട്രെയിനിൽ സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോകുമ്പോൾ ഇപ്പോഴേ കുറച്ച് ആൾക്കാർക്കെല്ലാം പറ്റുന്നൊരു അബദ്ധമാണ്. സ്ലീപ്പറിൽ ഇപ്പോഴേ 2 രീതിയിലുണ്ട്. അതായത് S1, S2, S3, S4 അങ്ങനെ പോകുന്നതുകൊണ്ട് പിന്നെ SE1, SE2 അങ്ങനെ പോകുന്നതുമുണ്ട്. അതിൻ്റെ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ നിന്നും കുറച്ച് അധികം തിരക്ക് വരുമ്പോഴത്തേക്കും സ്ലീപ്പർ കോച്ചുകൾ എക്സ്ട്രാ ഇടും. സ്ലീപ്പർ എക്സ്ട്രാ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് SE. മനസ്സിലായില്ലേ? SE1, SE2 അങ്ങനെ വരും. ഈ അബദ്ധം പറ്റുന്ന എങ്ങനെയാണെന്നറിയോ? SE1-ലായിരിക്കും നമ്മുടെ ആ ഒരു ബെർത്ത് ഉള്ളത്. ആൾക്കാർ പോയി S1-ലേക്ക് കയറും. SE1-ഉം S1-ഉം തമ്മിൽ നല്ല ദൂരമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലും ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലും തമ്മിലായിരിക്കും 2 കോച്ചുകൾ തമ്മിലുള്ളൊരു ഡിസ്റ്റൻസ്. അപ്പോഴേ ഇത്രയും കോച്ചുകൾ തമ്മിൽ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോഴതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിനി ട്രെയിനിൽ കയറുമ്പോൾ SE1 ആണോ നിങ്ങളുടെ SE1 എന്നല്ല, SE1, SE2, SE1 എന്നല്ല, SE1, SE2, S3 അങ്ങനെ പോകും. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? SE സീരീസ് ആണോ അതോ S സീരീസ് ആണോ എന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് ട്രെയിനകത്തേക്ക് കയറണം കേട്ടോ, സ്ലീപ്പർ ബുക്ക് ചെയ്തിരിക്കുന്നവർ. അത് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ വഴി അങ്ങോട്ടേക്ക് പോകുന്നതാണ് മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ. ഞാൻ കുറേ തവണ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാനിനി ആറപ്പാളയം ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തേനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് അവിടെ നിന്ന് കിട്ടും. അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആറപ്പാളയത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് അവിടെ നിന്ന് കിട്ടും. ബസ്സോ അല്ലെങ്കിൽ ഷെയർ ഓട്ടോയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ആറപ്പാളയത്തേക്ക് പോകാം. ആറപ്പാളയത്ത് നിന്നും തേനിയിലേക്ക് വിടാം. അതാണ് നിലവിൽ എൻ്റെ പരിപാടി. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു പെരിയാർ നിലയം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട് ഇവിടെ. പെരിയാർ നിലയം, ഈ കാണുന്നതാണ് പെരിയാർ നിലയം ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നിട്ടും നമുക്ക് ആറപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കിട്ടും. ആറപ്പാളയത്തേക്ക് പോവാം. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 100 മീറ്റർ നടന്നാൽ മതി ഈ ഒരു പെരിയാർ നിലയം ബസ് സ്റ്റാൻഡിലേക്ക്. അങ്ങനെ ഞാൻ പെരിയാർ നിലയം ബസ് സ്റ്റാൻഡിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ഇതാ കണ്ടില്ലേ ഈ കാണുന്ന ബസ്, ഇത് തമിഴ്നാട്ടിൽ പണ്ട് മുതലേ കണ്ടുവരുന്നൊരു ബസ്സായിരുന്നു. ഇപ്പോഴിത് കുറേയൊക്കെ നിർത്തി വരികയാണ് കേട്ടോ. അതിന് പകരമായിട്ട് ഈ കാണുന്ന പുതിയ ടൈപ്പ് ബസ്സുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തമിഴ്നാടിൻ്റെ ആ ഒരു പഴയ വൈബൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക. ഓരോരോ കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെയുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വന്ന് യാത്ര ചെയ്യുക. സത്യം എനിക്ക് ഈ ടൈപ്പ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. പക്ഷേ ഇതിന് കുറച്ച് നാളും കൂടെ ഉള്ളെന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം. ഇവിടെയായിട്ടൊരു ആറപ്പാളയം ബസ് നിൽപ്പുണ്ട്, പുതിയ ബസ്. എന്തായാലും നമുക്ക് ഈ ബസ്സിലേക്ക് കയറാം.
അങ്ങനെ ഞാൻ ആറപ്പാളയം ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഈ ബസ്സിലാണ് ഞാൻ വന്നത്. ഇതെവിടെയായിട്ട് നോക്കേ, ചെന്നൈ ബിരിയാണി. ഇപ്പോഴും വിശക്കുന്നില്ല, നമുക്ക് ഉച്ചയ്ക്കായിരുന്നെങ്കിലും ഒരു കൈ നോക്കാമായിരുന്നു. അങ്ങനെ ഈ ആറപ്പാളയത്തിന് ആറപ്പാളയം എന്ന് പേര് വന്നത് 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അറവ്, അറുക്കുക എന്നൊക്കെ പറയുന്ന അർത്ഥം വരുന്ന അറവും, പിന്നെ പാളയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയേറ്റ സ്ഥലം, പിന്നെ ടൗൺ രൂപീകരണപ്പെട്ട സ്ഥലം, അങ്ങനെയൊക്കെ അർത്ഥം വരും. അപ്പോൾ ഇവിടെ മുൻപ് ഒരുപാട് മരങ്ങളൊക്കെ അറുത്തിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു, അറുത്ത് കച്ചവടങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. അങ്ങനെ ആ അറവും പിന്നെ പാളയവും കൂടെ ചേർന്ന്, ഈ ഒരു ടൗൺഷിപ്പും കൂടെ ചേർന്ന് ആറപ്പാളയം എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ആറ് പിന്നെ നദിയുടെ ആ ഒരു ഫ്ലോ, അങ്ങനത്തെയൊക്കെ ഒരു അർത്ഥം വരുന്ന അങ്ങനത്തെ ആ ഒരു ആറയും പിന്നെ ഈ ഒരു പാളയം, ടൗൺ എന്ന് പറഞ്ഞ ആ ഒരു അർത്ഥവും കൂടെ ചേർന്നിട്ട് ആറപ്പാളയം എന്ന് പറയുന്നുണ്ട്. ഈ സൈനികരുടെ ഒരു ക്യാമ്പിനെയും ഈ പാളയം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ വൈഗൈ നദി അടുത്തായിട്ടുണ്ട്. അപ്പോൾ വൈഗൈ നദിക്ക് ആറിന് തീരത്തുള്ള പാളയം, അപ്പോഴതും ഒരർത്ഥം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് കയറിയതിന് ശേഷം തേനി ബസ് പിടിച്ച് തേനിക്ക് വിടാം. യെസ്, ഇതെവിടെയായിട്ട് ഒരു തേനി ബസ് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതും തേനിയാണ്. ഈ ബസ്സും തേനി വഴിയാണ് പോകുന്നത്. ഏതിൽ വേണമെങ്കിലും നമുക്ക് കയറാം. ഇതെവിടെയായിട്ട് നോക്കേ, ഈ നിർത്തിയിട്ടിരിക്കുന്നത് തേക്കടി പോകുന്ന ബസ്സാണ് കേട്ടോ. തേനി വഴി, തേനി, കമ്പം, കുമളി വഴി തേക്കടി പോകുന്ന ബസ്സാണ്. നമുക്കെന്തായാലും ഞാൻ കുറേ നേരം കൊണ്ട് തേനി തേനി എന്ന് പറയുന്നുണ്ടല്ലോ, എന്തായാലും നമുക്ക് തേനിയെല്ലാം പോയിട്ട് പിന്നീട് തേക്കടിയിലേക്ക് പോവാം. ഈ ബസ്സിൻ്റെ ബോർഡ് കണ്ടപ്പോഴും സത്യത്തിൽ തേക്കടിയിലേക്കൊന്ന് പോയാൽ കൊള്ളാമെന്ന് തോന്നി കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും ഈ ബസ് കുമളി പോകുന്ന ബസ്സാണ് കേട്ടോ. ഞാൻ എന്തായാലും ഈ ബസ്സിലേക്ക് കയറുവാണ്. ഇതിൽ കയറി നമുക്ക് തേനി ഇറങ്ങാം. കഴിഞ്ഞ വാൽപ്പാറ വീഡിയോ പോലെ ഇപ്പോഴും ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റാണ് കിട്ടിയത്. സത്യത്തിൽ എനിക്ക് ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് സീറ്റ് കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതാ കണ്ടില്ല, ഇത്രയും നല്ലൊരു ഗ്യാപ്പുണ്ട്, വേറെ ആരുടെയും ശല്യമൊന്നുമില്ല, സ്വസ്ഥമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പിന്നെ ഭയങ്കരമായിട്ട് തൂക്കിയടിയൊന്നുമില്ല, എനിക്കങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്തില്ല. പൊക്കി പൊക്കി അടിക്കുന്നതായിട്ട് സാധാരണ ഏറ്റവും ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ തൂക്കി അടിക്കുന്നതാണ്. പക്ഷേ അത്ര വലിയ തൂക്കിയടിയില്ല. എനിക്ക് തോന്നുന്നത് ഈ തമിഴ്നാട് ബസ്സിൻ്റെ സസ്പെൻഷൻ്റെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല. എന്തായാലും വലിയ തൂക്കിയടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുവാണ്. എനിക്കിപ്പോഴും ഇതാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ പോകുന്നത് ബൈപ്പാസ് വഴിയാണെന്നുണ്ടെങ്കിൽ NH 44 വഴിയായിരിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ NH 183 ആയിരിക്കും. ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും മുന്നിലേക്ക് പോയി നോക്കാം. ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആറപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നും ഉച്ചയ്ക്ക് 11:45 ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് എവിടെയായിട്ട് നോക്കേ, ഒരു സിനിമാ തിയേറ്ററാണ്. തിയേറ്ററിൻ്റെ പേര് ഗുരു. നമ്മുടെ മലയാളം സിനിമയാണ് ഇവിടെ ഓടുന്നത് ഇപ്പോഴ്. ബൾട്ടി, ഷെയ്ം നിഗത്തിൻ്റെ ബൾട്ടി. ഇതെവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും തേനി 92 കിലോമീറ്റർ. ഇവിടെ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു 1:30-2 മണിയാകുമ്പോൾ തേനി എത്തുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ വേറൊരു ബോർഡ് കണ്ടു കേട്ടോ. അപ്പോഴിവിടെ ബോർഡിൽ കാണിച്ചിരുന്നത് 72 കിലോമീറ്ററാണ് തേനിക്ക്. അങ്ങനെ ഞാനൊരു കൺഫ്യൂഷൻ കാരണം ഗൂഗിൾ മാപ്പിൽ കയറി നോക്കിയപ്പോൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 74 കിലോമീറ്ററാണ്. അപ്പോഴെനിക്ക് തോന്നുന്നു പലതും പല വഴിയായിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വഴി പോകുന്നത് തേനിക്ക് 72 കിലോമീറ്ററാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. തേനി വരെ പോകുന്നതിന് 60 രൂപയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് NH 183 183 പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മധുരൈ തേനി ഹൈവേ ആണിത്. ആണ്ടിപ്പെട്ടി, പെരിയകുളം ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഹൈവേ പോകുന്നത്. എന്തായാലും റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ. വണ്ടി പറന്നാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ റോഡ് 3 തിരിയുന്നൊരു സ്ഥലം എത്തിയിരിക്കുകയാണ്. ഒരു ജംഗ്ഷൻ. ലെഫ്റ്റിലേക്ക് പോയാൽ വിരുദനഗർ, റൈറ്റിലേക്ക് പോയാൽ ദിണ്ടുകൽ, നേരെ പോയാൽ തേനി. നമ്മൾ നേരെയാണ് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് ചെക്കനൂരാണിയോ എന്തോ എഴുതിയിരുന്നു, നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ജംഗ്ഷൻ കൊള്ളാം. നല്ലൊരു വൈബുള്ള സ്ഥലം. നോക്കേ, റോഡ് സൈഡിലായിട്ട് ഓലയിട്ട പന്തൽ, ഓലയിട്ട ചെറിയ ചെറിയ ഷെഡിനകത്തൊക്കെയാണ് ഓരോരോ കടകൾ. കുറേ പൂക്കടകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? പൂമാലകളെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. എനിക്ക് തോന്നുന്നു ഈ പരിസരത്ത് ഏതെങ്കിലും ഒരു അമ്പലം കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ എത്തിയ സ്ഥലത്തിൻ്റെ പേര് ചെക്കനുരണി. അങ്ങനെ ചെക്കനുരണിയിൽ നിന്നും ഞാൻ പറഞ്ഞില്ലേ 2 റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തിരിയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഹൈവേയുടെ പേര് NH 85. അങ്ങനെ ഈ NH 85 കണക്ട് ചെയ്യുന്നത് പോണ്ടിച്ചേരിയെയും കൊച്ചിയെയുമാണ്. അങ്ങനെ ഈ 2 സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് NH 85. അങ്ങനെ നമ്മൾ കുറേ കൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മധുര ടൗണിൻ്റെ ആ ഒരു വൈബെല്ലാം മാറി. ഇപ്പോഴ് ഗ്രാമപ്രദേശത്തൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
ദൂരെയായിട്ടൊരു മലയുടെ മുകളിലായിട്ട് എന്തോ സംഗതി ഉണ്ടല്ലോ. കണ്ടില്ലേ, അതിൻ്റെ മുകളിലായിട്ട് അമ്പലമോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തെങ്കിലും കാണിക്കാന്ന് വെക്കുമ്പോൾ മരങ്ങൾ കുറുകെ കയറി വരും. എവിടെ ഉണ്ടായിരുന്നു? സൂം ചെയ്തപ്പോൾ പോയോ? ഇതാ കണ്ടില്ലേ, ആ മലയുടെ മുകളിലായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കേട്ടോ. ആ മലയുടെ പേര് തിടിയൻ മല എന്നാണ്. തിടിയൻ മല. നമുക്കൊരു ദിവസം ആ മലയുടെ മുകളിൽ കയറണം. അങ്ങനെ നമ്മുടെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉസ്ലാംപട്ടിയിലൂടെയാണ്. ഉസ്ലാംപട്ടി അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അത് ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട പാട്ടായിരിക്കണം. അപ്പോഴെന്തായാലും ഉസ്ലാംപട്ടിയിലൂടെയാണ് നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. NH 85 വശത്തായിട്ടാണ് ഉസ്ലാംപട്ടി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഉസ്ലാംപട്ടി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, ഈ കാണുന്ന സ്ഥലമാണ് ഉസ്ലാംപട്ടി. ഡോറ് തുറന്നിരിക്കുകയാണ്, ആരൊക്കെയോ ഇറങ്ങാനുണ്ട്. ഇതെവിടെയായിട്ട് ഉസ്ലാംപട്ടി ബസ്സിൻ്റെ ഗ്യാരേജാണ് കേട്ടോ. അവിടെ വളരെ കുറച്ച് പേര് ഇറങ്ങി, കുറച്ച് പേര് കയറി. ബസ് സ്റ്റാൻഡ് ഉണ്ടോ ഇനി അകത്തേക്ക് കയറുമെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഉസ്ലാംപട്ടി പട്ടണത്തിലൂടെയാണ്. അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു നല്ലൊരു ടൗണാണ് ഉസ്ലാംപട്ടി. ഇവിടെ ഒരു സിനിമാ തിയേറ്ററിൽ വിജയുടെ ഖുഷി എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയിരിക്കുകയാണ്. അവിടെ പോസ്റ്റർ കണ്ടായിരുന്നു. അങ്ങനെ പ്രോപ്പറായിട്ടും ഉസ്ലാംപട്ടി ടൗണിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് പലചരക്ക് കടകളിൽ ഒരു ടൈപ്പ് മസാല വെച്ചിരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. ഇനി എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ബസ് പെട്ടെന്ന് അങ്ങ് പോയി അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും. നമുക്കൊരു ദിവസം വരാം, ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ നമുക്ക് ഒരു ദിവസം ഇവിടെ വന്ന് വാങ്ങാം, ഉസ്ലാംപട്ടിയിൽ വന്ന് വാങ്ങാം. ഇപ്പോൾ കഴിഞ്ഞ തവണ വാങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോഴിരിപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല. ഇത് ബസ് സ്റ്റാൻഡാണോ എന്നൊരു സംശയമില്ലാതില്ല. കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ബസ്സിൽ നിന്നേ. ഇവിടെ ആയിട്ടെല്ലാം പലതരം കച്ചവടങ്ങളും ഉണ്ട്. കണ്ടില്ലേ, കപ്പലണ്ടിയും പിന്നെ ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരിയായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടായിട്ട് പൂക്കടകളെല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, അതേപോലത്തെ കടകളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടും ഉണ്ട്. ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാം, ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങാത്തത്. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇതിനകത്തേക്കെല്ലാം ഒരു തനി എന്താ പറയുന്നത്, ഒരു നാടൻ വൈബുള്ള കുറേ കടകളെല്ലാം കണ്ടായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം നമുക്കിവിടെ വരണം. ഉസ്ലാംപട്ടി ടൗണിലൂടെ തന്നെയാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടൗണിൽ നിന്ന് മാറിയിട്ടില്ല. ഈ ഉസ്ലാംപട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് സോയാബീനെല്ലാം കൃഷി ചെയ്യുന്നതാണ് ഗൂഗിൾ പറയുന്നത്. സത്യത്തിൽ എനിക്ക് സോയാബീൻ എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ല, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇറച്ചിയാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരുമാതിരി പറ്റിക്കുന്ന പരിപാടിയായി സാധനം. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ പുളിമരങ്ങൾക്ക് നടുവിലൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ഇഷ്ടംപോലെ പുളിമരങ്ങളുണ്ട്. പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഓരോ സ്ഥലങ്ങൾക്കും പട്ടി എന്ന് പേരുണ്ട് കേട്ടോ. പട്ടി എന്ന് വെച്ചാൽ ഗ്രാമം എന്നാണ് അർത്ഥം. ഉസ്ലാം ഗ്രാമം. അങ്ങനെ അതേപോലെ ഓരോരോ ഗ്രാമങ്ങൾ. ഇപ്പോഴും നമ്മളൊരു റെയിൽവേ ഗേറ്റിനടുത്ത് വന്നിരിക്കുവാണ്. തേനിയിലേക്ക് പോകുന്ന ബോഡിനായ്ക്കന്നൂർ പോകുന്ന റൂട്ടാണ്. മധുരയിൽ നിന്നും ബോഡിനായ്ക്കന്നൂരേക്ക് പോകുന്ന റൂട്ടിലെ റെയിൽവേ ട്രാക്കാണിത്. ബോഡിനായ്ക്കന്നൂർ എന്ന് പറയുമ്പോൾ ബോഡിനായ്ക്കന്നൂർ ടു മൂന്നാർ വളരെ അടുത്താണ്. ഏകദേശം ഒരു 80 കിലോമീറ്ററിനകത്തേ ഉള്ളൂ മൂന്നാറും ബോഡിനായ്ക്കന്നൂരും തമ്മിലുള്ള ദൂരം. ആ ഒരു റെയിൽവേ ഗേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഒറ്റപ്പെട്ട റോഡിലേക്ക് കയറിയിരിക്കുവാണ്. എന്താ പറയുന്നത്, ഒരു വനത്തിലേക്ക് കയറിയതുപോലെ ഉണ്ട്. നെറ്റ് കിട്ടുന്നില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കി എന്താ സംഗതി എന്ന് പറഞ്ഞു തരാമായിരുന്നു. ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാർ ഇവിടെ നിന്നും 109 കിലോമീറ്ററും തേക്കടി 89 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ റേഞ്ച് വന്നു. ഇപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴേ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തേനി ജില്ലയിലൂടെയാണ്. ആണ്ടിപ്പട്ടിയാണ് ഇനി അടുത്ത വരാൻ പോകുന്ന ചെറിയ പട്ടണം. അങ്ങനെ ആണ്ടിപ്പട്ടി നമ്മുടെ ഇവിടെ കേട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടുള്ള ആണ്ടിപ്പട്ടി ടൗണിലേക്ക് കയറും.
ആണ്ടിപ്പട്ടി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുവാണെന്നാണ് തോന്നുന്നത്. ഒരു ബസ് ഇറങ്ങി വരുന്ന കണ്ടില്ല, അത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങി വരുന്ന ബസ്സാണെന്നാണ് തോന്നുന്നത്. തമിഴ് സിനിമകളിലെ പാട്ടിലും അല്ലാതെ സിനിമയിലെ ഓരോരോ ലൊക്കേഷൻ പറയുമ്പോഴും ആണ്ടിപ്പട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആണ്ടിപ്പട്ടി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, ഈ കാണുന്നതാണ് ആണ്ടിപ്പട്ടി. ആണ്ടിപ്പട്ടി തേനി മാവട്ടം എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മധുര ജില്ലയിൽ നിന്നും തേനി ജില്ലയിലേക്ക് വന്നിരിക്കുവാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ ആണ്ടിപ്പട്ടിയുടെ ഉൾവഴികളിലൂടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സ്ഥലമെല്ലാം കൊള്ളാം. നോക്കെ, തമിഴ്നാടിൻ്റേതായ തനത് ശൈലിയിലുള്ള ഓരോ അമ്പലങ്ങളും അങ്ങനത്തെ ഓരോരോ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം. തേനിക്ക് ഇനി ഇവിടെ നിന്ന് 15 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ പെട്ടെന്ന് എത്തുമല്ലോ. അങ്ങനെ തേനി അടുക്കാറായപ്പോൾ ദൂരെയായിട്ട് നോക്കെ കാറ്റാടിപ്പാടങ്ങളെല്ലാം കാണാം. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടിപ്പാടങ്ങൾ. അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ തേനി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡ് എത്തും. തേനി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. ഇതാ കുറേ കൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ടോളെല്ലാം കാണുന്നുണ്ട്. നേരത്തെ ഒരു ടോൾ ഉണ്ടായിരുന്നു, നമ്മുടെ പിന്നെ ഗവൺമെൻറ് ബസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ടോളിനോട് ചേർന്നതാ കണ്ടില്ലേ, ഇവിടെ ഒരു ബേക്കറിയും റെസ്റ്റോറൻറ്റും എല്ലാം കൂടെ ചേർന്ന് ഉണ്ട്. അത് ഒരുവിധം വലിയ ടോളിനോട് ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും കാണും. അങ്ങനെ പ്രോപ്പർ തേനിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബസ്. ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഇപ്പോൾ ഉടനെ കയറും. നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അവിടെ ആ ഒരു ടൗണിൻ്റെ അടുത്ത് 2 പേരെ ഇറക്കിയിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്കായിട്ട് കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലായിട്ട് റെയിൽവേ ട്രാക്കും നമുക്ക് സമാന്തരമായിട്ട് കാണാം. ഓ, ഗട്ടറാണ്, ഗട്ടർ പൊടിയും ഉണ്ട്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്തേക്ക് കയറിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ തേനി ബസ് സ്റ്റാൻഡിൽ ബസ് വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഭയങ്കര കാറ്റ് കേട്ടോ, ഇവിടെ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. അങ്ങനെ ഇനി നമുക്ക് ഇവിടെ നിന്നും വീരപാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു വെള്ളച്ചാട്ടവും അങ്ങനെ ഒരു നദിയെല്ലാം ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു പരിസരത്തേക്ക് പോകുന്ന ബസ് എവിടെയാണെന്ന് നോക്കാം. വീരപാണ്ടിയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്നും 10 കിലോമീറ്ററാണ് വീരപാണ്ടിയിലേക്കുള്ള ദൂരം. അങ്ങനെ ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ ചോദിച്ചു, ഇവിടെ നിന്നും കമ്പം പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ വീരപാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ കമ്പം പോകുന്ന ബസ് ഇവിടെ 2-3 കിടപ്പുണ്ട്. അതിൽ കയറി നമുക്ക് വീരപാണ്ടിയിലേക്ക് പോകാം. നമ്മൾ മധുരയിൽ നിന്ന് എത്ര മണിക്കാണ് യാത്ര പുറപ്പെട്ടത് ഓർമ്മയുണ്ടോ? വീഡിയോ കാണുന്നത് എത്രമാത്രം ശ്രദ്ധിച്ചാണെന്നറിയണമല്ലോ. ഓർക്കുന്നുണ്ടോ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്? ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്ക്. 11:45 നമ്മൾ യാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:45 അപ്പോൾ 1:45 നമ്മൾ തേനിയിലെത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കമ്പം ബസ്സിലേക്ക് കയറാം, എന്നിട്ട് വീരപാണ്ടിയിലേക്ക് പോകാം. നല്ല കാറ്റ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇങ്ങനെ അടിക്കുവാണ്. ഞാൻ ഈ പറയുന്നത് വല്ലതും ഇതിനകത്തോട്ട് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളതാണ് ഡൗട്ട്. അങ്ങനെ എന്തായാലും ഞാൻ ഈ ബസ്സിലേക്ക് കയറുവാണ്. വീരപാണ്ടിയിലേക്ക് പോകുന്ന ബസ് ഇത് കുമളി പോകുന്ന ബസ്സാണ് കേട്ടോ. കുമളി കമ്പം അങ്ങോട്ടേക്കെല്ലാം പോകുന്ന ബസ് വീരപാണ്ടിയിലേക്ക് പോകും. ഇവിടെ നിന്നും 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ കേട്ടോ വീരപാണ്ടി. അതുകൊണ്ട് പെട്ടെന്ന് എത്തും. വിൻഡോ സീറ്റ് വേണമെന്നൊന്നുമില്ല, ഒരു 10 മിനിറ്റിനകത്ത് തന്നെ എത്തും സ്ഥലം. അങ്ങനെ ഞാൻ വീരപാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 10 രൂപ. ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ആയിട്ട് മുല്ലപ്പെരിയാറിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു മുല്ലപ്പെരിയാർ നദി വ്യൂ പോയിൻ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ നടന്ന് റിവർ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത് ഈ കാണുന്നതാണ് ആ സ്ഥലം. അങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കേ, ഒരു രക്ഷയില്ല. ദൂരെയായിട്ട് നോക്കേ, അവിടെ എല്ലാമായിട്ട് കൃഷിപ്പാടമാണ്, നെൽകൃഷിയാണ്. എല്ലാം നല്ല പച്ച കളറിൽ കാണാം, നല്ല ഭംഗിയുണ്ടല്ലേ. ദൂരെയായിട്ട് വലിയ വലിയ മലനിരകളും എല്ലാമായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വീരപാണ്ടി. ഇതോ അവിടെ ആയിട്ട് വെള്ളം ഇങ്ങനെ പടിപടിയായിട്ട് വീഴുന്നത് കണ്ടില്ലേ. മുൻപ് അതുവഴി കൂടി ഇങ്ങനെ നടന്നു പോകാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അതിന് മുകളിലൂടെ ഇങ്ങനെ നടന്ന് അക്കരയിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോഴ് ആരെയും കാണുന്നില്ല അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതേ. അങ്ങനെ ഈ ഭാഗത്തെല്ലാം കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാമാണ് കണ്ടില്ലേ. തോർത്തും അങ്ങനത്തെ പലതരം ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് കടകളെല്ലാം ഉണ്ട്. അങ്ങനെതാ ഞാൻ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. നോക്കിയാൽ നല്ല തണലുള്ളൊരു ആൽമര നിൽപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്, നൈസ് കാറ്റ്. എവിടെയായിട്ട് നോക്കി നല്ലൊരു ബസ് സ്റ്റോപ്പ്, അതിനകത്ത് ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട്. നല്ല തണലായതുകൊണ്ടേ ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്.
അത് നോക്കിയ ഒരു സൈക്കിളിനകത്ത് ഐസ്ക്രീം എല്ലാം ആയിട്ട് വരുവാണ്. എങ്ങോട്ടോ പോകുന്ന ഷെയർ ഓട്ടോ ആണത്. ഇതാ നോക്കി ചെറിയൊരു അമ്പലം എല്ലാം കാണുന്നുണ്ട്. കൊള്ളാലോ. ഇവിടെയുണ്ട് നല്ല വലിയൊരു ആൽമരം. അതിൻ്റെ ഒരു നല്ല തണുത്ത കാറ്റും എല്ലാം വീശുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു നദിക്കരയിലേക്ക് വന്നിരിക്കുവാണ്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴേ, ഞാൻ കുറേ നാൾ മുൻപ് വന്നായിരുന്നു. അപ്പോഴേ ഇവിടെ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂ നോക്കേ, അടിപൊളിയല്ലേ? ദൂരെയായിട്ട് വലിയ വലിയ മലനിരകൾ, നല്ല ഭംഗിയുണ്ട്. ആ വലിയ വലിയ പനമരങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ മല നിൽക്കുന്നത് കാണാനാണ് ഭംഗി. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തിയിരിക്കുവാണ്. നോക്കേ, നല്ല ശബ്ദം, വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഒഴുക്കാണ് കേട്ടോ, ഭയങ്കര ഒഴുക്കാണ്. ഞാൻ മുൻപ് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടന്ന് അക്കരെ വരെ പോയായിരുന്നു. പക്ഷെ അന്ന് ഒഴുക്ക് കുറവായിരുന്നു. പക്ഷേ ഇപ്പോഴ് ഭയങ്കര ഒഴുക്കാണ്. ഇത് അവിടേക്ക് ആയിട്ട് നടന്നു പോകുന്നുണ്ട്, കണ്ടില്ലേ? അവിടെ ഒന്നും വലിയ ആഴമില്ല. പക്ഷേ എന്നാലും പൂർണ്ണമായിട്ടും ആഴമില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ഈ നാട്ടുകാരായിരിക്കും, അവർക്കറിയാം എവിടെയൊക്കെ ആഴം കാണും, എവിടെ ആഴം കാണില്ല എന്ന്. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അത് കണ്ട് പെരുമാറാൻ പറ്റും. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് എവിടെയൊക്കെയാണ് കുഴികളെന്ന് അറിയില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നവർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് തന്നെ ഒരു ഭംഗിയാണ്, അത് തന്നെ നല്ലൊരു അനുഭവമാണ്. ഈ വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകിപ്പോകുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേട്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ലൊരു ഫീലാണ്. കണ്ടില്ല, ഇവിടെ ആയിട്ട് കമ്പിങ്ങനെ ഒഴുകിപ്പോകുന്നത് നോക്കിയോ. എന്തായാലും ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് കൊള്ളാം. നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലേ ഇത്രയും കാറ്റടിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇതാ കണ്ടില്ലേ, മരങ്ങളെല്ലാം കിടന്ന് ആടുന്നത്. നല്ല കാറ്റാണ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. അങ്ങനെ ഞാൻ നദിക്കരയിൽ നിന്നും റോഡിലേക്ക് വന്നിരിക്കുവാണ്. ഇതാ ഇവിടെ ആയിട്ട് നോക്കിയേ, മുത്തു ഇതേപോലത്തെ മിനി ബസ്സുകൾ ആറ്റിങ്ങൽ ഭാഗത്തെല്ലാം ട്രിപ്പ് അടിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീരപാണ്ടി അമ്പലത്തിൻ്റെ പരിസരത്തേക്കൊന്ന് നടന്നിട്ട് വരാം. ഈ ഒരു ഭാഗത്തായിട്ടെല്ലാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെയാണ്. പൂക്കച്ചവടവും പൂമാല കച്ചവടവും കണ്ടില്ലേ, വരിവരിയായിട്ട് കടകളുണ്ട്. മഞ്ഞ ടാർപ്പയുടെ അടിയിൽ ആ ഒരു പൂമാലയുടെ കളറെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നല്ലേ, വെള്ളപ്പൂവും മഞ്ഞയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ അമ്പലത്തിനടുത്തായിട്ട് വലിയൊരു ഹാള് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഓരോ ആൾക്കാരെല്ലാം റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് വന്നായിരുന്നെങ്കിൽ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങായിരുന്നില്ലേ. നൈറ്റ് ഡ്യൂട്ടിക്കുള്ള വ്യക്തി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈച്ചയെ കണ്ട് ചാടി എഴുന്നേറ്റാണ്. ഞാൻ വിചാരിച്ച് ഞാൻ പറയുന്ന കേട്ട് ചാടി എഴുന്നേറ്റായിരിക്കും. ഇവിടെ എല്ലാമായിട്ട് നോക്കി അമ്പലങ്ങളിൽ സാധാരണ കാണുന്ന പൊരിക്കച്ചവടവും അങ്ങനത്തെ പലതരം കച്ചവടങ്ങൾ, കൊച്ചു പിള്ളേരെല്ലാം ആകർഷിക്കുന്ന കളിപ്പാട്ടങ്ങളും അങ്ങനത്തെ എല്ലാത്തരം കച്ചവടങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വരാന്തയും കൊള്ളാമല്ലോ, നല്ല തണലുള്ള ശാന്തമായ അന്തരീക്ഷം. അങ്ങനെ ആ ഒരു വഴിയിലൂടെ നടന്ന് വേറൊരു നല്ലൊരു തണലുള്ള വഴിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാം നോക്കി നിരത്തി കച്ചവടങ്ങളാണ്, കരിക്കും പിന്നെ സോഡയും അങ്ങനെ പലതരം കച്ചവടങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയപ്പോൾ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനും പിന്നെ അല്ലാത്ത അസുഖങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണോ, ഇല്ലെങ്കിൽ വേറെ കമ്പം തേനി ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണോ എന്ന് ആലോചിക്കാം. എന്തായാലും ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 2:45 ദൈ വെച്ചിരിക്കുന്നത്, കുടത്തിൽ വെച്ചിരിക്കുന്നത് ഇത് മോരും അങ്ങനത്തെ എന്തൊക്കെയോ സംഗതിയാണ്. കമ്പം കൂഴാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പം കൂഴ്. എന്തായാലും ഒരു കമ്പം കൂഴ് വാങ്ങി കഴിക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം തണുക്കും, വിശപ്പ് മാറും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വാങ്ങി കഴിച്ചു നോക്കാം. ഊത്തുങ്ക ഇതാണോ കൂള്? ആ നല്ല, എന്തായാലും കഴിച്ചു നോക്കാം.
இந்த கூழுன்னு சொன்னது என்னதும்மா? அது கூழுன்னு சொல்றது கம்மங்கூழ். கம்மங்கூழ். ഓ എന്തായാലും കൊഞ്ചം ഊത്തിനാ പോകും അത്. சாப்பிட்டு பாருங்க, நல்லா இருக்கும். ഓ അങ്ങനെ നമ്മുടെ കമ്പംകൂഴെന്ന് പറഞ്ഞ ആ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനുള്ള സംഗതിയാണിതാ. ഒരു മുളകുണ്ട്, പിന്നെ സവാളയുടെ ഒരു പീസുണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാം. ഓ വേറെ മുറുക്ക് കണക്കത്ത ഒരു ഐറ്റം എല്ലാം ഉണ്ട് കേട്ടോ. ആ വേറെ 1-2 സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം കഴിക്കാൻ. മോരിൻ്റെ മാങ്ങ വേണ്ട, പറവല്ല. മോരിൻ്റെ ആ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. സവാളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണം ടച്ചിങ്സ് ആയിട്ടേ, എങ്കിലേ ഇറങ്ങത്തുള്ളൂ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇത് കണക്കത്തെ സാധനം കൂടെ കഴിക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. സത്യം പറയാമല്ലോ, അല്ലെങ്കിൽ എന്തോ ഒരുമാതിരി തോന്നും. ഇതും കൂടെ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കണ്ടില്ലേ, ഇതൊക്കെ കഴിച്ചു നോക്കാം. ഉപ്പ് തേച്ചൊരു മുളകുണ്ട്. അപ്പോൾ ഇതാ ഈ കടയിൽ നിന്നാണ് കുടിച്ചത്. അമ്മ ഉങ്ക പേര്? ഈശ്വരി സേതു. ഈശ്വരി സേതു. ഓ അപ്പോഴങ്ങനെയാണ് പേര്. വീരപാണ്ടി. ശരി, പാക്കല. അങ്ങനെ കമ്പംകൂഴെന്ന് പറഞ്ഞ ആ ഒരു ഐറ്റം കുടിച്ചു കേട്ടോ. ഞാനിത് ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് നാഗർകോവിൽ ഒരു സ്ഥലത്ത് നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മോരിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതും പിന്നെ വേറൊരു ടൈപ്പ് ഒരു എന്താ പറയുന്നത്, ഒരു ടൈപ്പ് ടേസ്റ്റ് ആണത്. കുടിക്കുമ്പോഴത്തേക്കും വയറങ്ങ് നിറയുന്നത് പോലെ തോന്നും, പിന്നെ ഒരു തണുത്ത ഒരു ഫീലാണ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്നും കമ്പത്ത് പോയി കഴിഞ്ഞാൽ, കമ്പത്ത് നിന്നും സുരുളി തീർത്ഥം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. സുരുളി തീർത്ഥം പോയി കഴിഞ്ഞാൽ അവിടെ ഈ കുറേ മുന്തിരിപ്പാടം എല്ലാം ഉണ്ട്. പിന്നെ കുമളി റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും കമ്പത്ത് പോയിട്ട് കമ്പത്ത് നിന്നും സുരുളി തീർത്ഥം പോകാനാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അവിടെ പോയിട്ട് മുന്തിരിപ്പാടവും പിന്നെ അത് അടുത്തായിട്ടൊരു വാട്ടർഫാൾസ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. സുരുളി തീർത്ഥം എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ആണ്. അങ്ങോട്ടേക്ക് ചെല്ലാനുള്ളൊരു സമയമുണ്ടോ എന്നറിയില്ല. കാര്യം ഇപ്പോൾ സമയം 3:15 ആയിട്ടുണ്ട്. വാട്ടർഫാൾസ് എല്ലാം ഓപ്പണിങ് എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേരം 5 മണി വരെ കാണത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇവിടെ നിന്ന് 30 കിലോമീറ്ററാണ് ഈ കമ്പത്തേക്കുള്ളത്. ആ ഒരു സമയത്ത് എത്തുവാണെന്നുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു വാട്ടർഫാൾസിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് കമ്പത്തേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. പിന്നെ ഈ വീരപാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിന് വീരപാണ്ടി എന്നുള്ള പേര് വന്നതിനുള്ള കാരണം പാണ്ഡ്യ രാജാക്കന്മാരുടെ ആ ഒരു സ്വാധീനമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇവിടെ തന്നെ ആണോ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണോ എന്നറിയാൻ വയ്യ, മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ റിവർ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് ഭാഗത്താണെന്നറിയാൻ വയ്യ. കഴിഞ്ഞ വീഡിയോയിൽ അത് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തേക്കാം. ഒരു ബസ് വരുന്നുണ്ട്. കമ്പത്ത് പോകുന്ന ബസ്സാണോ നോക്കാം. കുമളി പോകുന്ന ബസ്സാണ്. ആ ബസ് കമ്പം പോകുമായിരുന്നു കേട്ടോ. ആ ബസ് അങ്ങ് പോയി. എന്തായാലും നമുക്ക് അടുത്ത ബസ് വരട്ടെ. അടുത്ത ബസ് കയറി നമുക്ക് കുമളി പോകുന്ന ബസ്സും കമ്പം വഴിയാണ് പോകുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. എന്തായാലും ഒരു ബസ് വരുന്നുണ്ട്. നമുക്ക് ഈ ബസ്സിൽ കയറി കമ്പത്തേക്ക് പോവാം. കുമളി ബസ്സാണ്. അങ്ങനെ ഓരോരോ ബസ്സുകളെയും പറഞ്ഞു വിടുവാണ് കേട്ടോ.
ഞാൻ വീണ്ടും ഒരു കപ്പലണ്ടി മിഠായി പോലത്തെ ഒരു മിഠായി വാങ്ങി. ഓരോ ബസ്സിലും തിരക്കായതുകൊണ്ടേ ഇരിക്കാൻ സീറ്റില്ലാത്തത് കൊണ്ട് ഓരോരോ ബസ്സും പോട്ടെ അടുത്ത വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളം നിന്നിട്ട് ഓരോരോ ബസ്സുകളെയും പറഞ്ഞു വിടുവാണ്. ഇനി മിക്കവാറും വരുന്ന ബസ്സിൽ കയറി നിന്നെങ്കിലും പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ആദ്യം അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും ഈ കപ്പലണ്ടി മിഠായി കൊള്ളാം കേട്ടോ. പല്ലൊടിഞ്ഞെന്ന് തോന്നുന്നു, ഭയങ്കര കാട്ടി. ഞാനങ്ങനെ കപ്പലണ്ടി മിഠായും കഴിച്ചിട്ട് ഒരെണ്ണം കഴിച്ചു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇങ്ങനെ നടന്നു വന്നപ്പോൾ നേരത്തെ കണ്ട ഒരു പാലമില്ലേ, അതിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. ഇതിൻ്റെ താഴെയായിട്ട് നോക്കേ, അവിടെ ആയിട്ട് ആൾക്കാരൊക്കെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. നോക്കേ, കണ്ടില്ലേ, അവിടെ ആയിട്ടൊരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കിടന്നുറങ്ങുവാണ്. കണ്ടിട്ട് കിടന്നുറങ്ങാൻ തോന്നുക. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയാണ്, നിങ്ങൾക്കൊന്നും തോന്നരുത്. കാര്യം ഇനിയിപ്പോഴും പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു മുന്തിരിപ്പാടത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വെറുതെ പിടച്ചടിച്ച് പോകുന്നതിനെക്കാട്ടും നല്ലതേ നമുക്ക് ഈ നേരത്തെ കണ്ട ഒരു വെള്ളം ഇങ്ങനെ വീഴുന്ന സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അക്കരെ ഭാഗത്തേക്ക് പോകാം. അത് വെള്ളത്തിൽ കൂടെ നടന്നല്ല, അല്ലാതെ വേറൊരു വഴിയുണ്ട് പോകാൻ. നമുക്ക് ആ വഴി കൂടെ നടന്നേ അവിടെ വരെ ഒന്ന് നടന്നിട്ട് വരാം. എന്നിട്ട് സമാധാനത്തോടെ പോയി എവിടെയെങ്കിലും പോയി റൂം എടുത്ത് സ്റ്റേ ചെയ്യാം. അതേ നടക്കത്തുള്ളൂ. ഇനി വെറുതെ മുന്തിരിപ്പാടം കാണാൻ ഒന്നും നടക്കത്തില്ല. എപ്പോഴെന്തായാലും നമുക്ക് ഈ വയലും പരിസരമൊക്കെ ഒന്ന് നടന്ന് കറങ്ങിയിട്ടേ ബാക്കി ഓരോരോ ഘട്ടമായിട്ട് ചെയ്യാം. തീരുമാനിച്ചു കഴിഞ്ഞു, മുന്തിരിപ്പാടം കാണുന്നില്ല. ഇതുവഴിയിലൂടെ നടന്ന് നമുക്ക് ആ ഒരു വയലിൻ്റെ പരിസരം വരെയൊക്കെ ഒന്ന് നടന്നിട്ട് വരാം. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലേ. ഇപ്പോൾ മറിഞ്ഞു വീണാൻ ഓരോ സ്റ്റെപ്പുകളുടെയും അലൈൻമെൻറ്റ് വ്യത്യാസമുണ്ട്. നോക്ക്, ഇവിടെ നിന്ന് ഇറങ്ങിയ ആ ഒരു പൊസിഷൻ അല്ല ഇങ്ങോട്ട്, ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് അല്ല ഇങ്ങോട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഴാൻ വേണ്ടി പോയി. പലതും പലതാണ് കേട്ടോ. എന്നാലും കൊള്ളാമല്ലേ ഈ ഒരു സ്ഥലം. സത്യത്തിൽ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. സത്യത്തിൽ ഈ ഒരു വയലിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് ആ ഒരു മലനിരയ്ക്ക് അത്രയും ഭംഗി. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു അമ്പലം എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇതോ ആ കാണുന്നതാണ്. നമുക്ക് ആ ഒരു പരിസരം വരെ ഒന്ന് നടന്നിട്ട് വരാം. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ചാൽ കൊടുങ്കാറ്റല്ല, ഒരു ഇളം കാറ്റ്. നെല്ലെല്ലാം നൈസായിട്ട് ആടുന്നത് കണ്ടില്ലേ. ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ വഴിയുണ്ട്, പക്ഷേ ചെറുതായിട്ടിങ്ങനെ ചെളി പോലെ കിടക്കുവാണ്. കണ്ടില്ലേ വെള്ളം, ചെരുപ്പെല്ലാം കംപ്ലീറ്റ് ചെളിയാവും. അതിനേക്കാൾ നമുക്ക് ഈ ഉണങ്ങിയ സ്ഥലത്തൂടെ നടക്കാം. ഇപ്പോഴും നോക്കി പെട്ടെന്നൊരു കാറ്റടിച്ചായിരുന്നു കേട്ടോ. നോക്കേ, അടിപൊളി. പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നല്ലൊരു കാറ്റടിക്കും. നടന്നു പോകുമ്പോഴേ ഇതേപോലത്തെ ചെറിയ പാറയിട്ട പാലം പോലുണ്ട്. അതുവഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാം. അങ്ങനെ നമ്മൾ നടന്നിങ്ങ് ആ ഒരു ചെക്ക് ഡാമിന് അടുത്ത് എത്താറാകുമ്പോഴത്തേക്കുവേ ആ ഒരു വെള്ളം വീഴുന്ന സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു ചെറിയൊരു കാവ് പോലെയാണുള്ളത്. എന്തായാലും അതിനടുത്ത് എത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ല, ഇവിടെ ആയിട്ട് നോക്കേ, വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വീണുകൊണ്ടിരിക്കുവാണ്. ഈ ഭാഗത്തൊക്കെ ഡേഞ്ചറാണ് കേട്ടോ. എന്തായാലും ഈ ഒരു പരിസരം കൊള്ളാം. ഒരു പ്രത്യേക അന്തരീക്ഷം. 1-2 പുളിമരമുണ്ട്. ഇതാ ഈ കാണുന്നത് വലിയൊരു ആൽമരമാണ്. നല്ല നൈസ് കാറ്റ്. ഇവിടെ ആയിട്ട് നോക്കേ, മരത്തിൽ ഓരോ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് നേരെ ഇക്കരെ ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. ഞാൻ നേരത്തെ അപ്പുറത്തെ ഭാഗത്ത് നിന്നായിരുന്നു നോക്കിയത്. ഇപ്പോൾ നടന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വന്നിരിക്കുവാണ്. ഇവിടെയും നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ശക്തിയായി ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. അങ്ങനെ വീഡിയോ പാക്കപ്പ് ചെയ്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഈ പാലത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നു. അതായത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നേരത്തെ ഒരു ആൽമരം, അതിൻ്റെ ചോട്ടിലായിട്ട് ആൾ കിടന്നുറങ്ങുന്നതെന്ന്. അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുവാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു പരിസരമാണ് ഇവിടെ. നോക്കേ, പഴയ പാലം. ഇതായിരുന്നു പഴയ പാലം. ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും ബസ് എന്താ വരുന്നു. എന്ത് സ്വഭാവം. കമ്പത്തേക്ക് പോകുന്ന ബസ്സാണ്. എന്തായാലും ഈ ഒരു പരിസരം കണ്ടപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ തോന്നി. എന്തായാലും ഈ ഒരു പാലം കൊള്ളാം അല്ലേ.
വർഷങ്ങൾ പഴക്കമുള്ള പാലമാണ്, പഴയ ടൈപ്പ് നിർമ്മിതിയാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തായാലും ഈ ഒരു ആലിൻ്റെ ചുവട്ടിലേക്കെല്ലാം വന്നപ്പോൾ നല്ല കാറ്റും വയൽ പ്രദേശമൊക്കെ ആയിട്ട് എന്തായാലും ഈ ഒരു പരിസരം കൊള്ളാം കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, ഇവിടെ ആയിട്ടും ചെറിയൊരു അമ്പലമുണ്ട്. അരുൾമിகு ഗണേശ്വര മുടയാർ തിരുക്കോവിൽ വീരപാണ്ടി, അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പരിസരവും കാണാൻ നല്ലൊരു അന്തരീക്ഷം. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു കമ്പം ബസ് വന്നിട്ടുണ്ട്. ഇതിൽ കയറി നമുക്ക് ചിന്നമണ്ണൂർ ഇറങ്ങാം. ചിന്നമണ്ണൂർ അങ്ങനെ ഞാൻ ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നും മേഘമലയ്ക്ക് പോകാൻ വേണ്ടി ബസ് കിട്ടും. ഞാനിവിടെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും തങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് മേഘമലയ്ക്ക് വിടാം. അങ്ങനെ ഈ ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. പിന്നെ ഇതെവിടെയായിട്ട് ATM കൗണ്ടറുണ്ട്. അതുകൊണ്ട് വേറെ ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ട് ചീനി മെറ്റലിൻ്റെ കച്ചവടമാണ്. ഇത് നല്ല ടേസ്റ്റാണ്. എന്തായാലും നമുക്കിത് വാങ്ങിക്കൊണ്ട് പോകാം, റൂമിലിരുന്ന് കഴിക്കാം. അങ്ങനെ ഞാൻ വീണ്ടും ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ നേരത്തെ പൊരിച്ച ചീനിയല്ലേ വാങ്ങിയത്, ഇനി ഇതാ പുഴുങ്ങിയ ചീനി, പുഴുങ്ങിയ കപ്പ 20 രൂപയേ ഉള്ളൂ കേട്ടോ. എന്തായാലും അതും കൂടെ വാങ്ങുവാണ്. ഊറ്റുന്നത്. യെസ്, ഇതും നമുക്ക് റൂമിൽ പോയിരുന്ന് കഴിക്കാം. അങ്ങനെ ഞാൻ കപ്പയെല്ലാം വാങ്ങിയിട്ട് ഒരിടത്ത് റൂം എടുത്തിരിക്കുവാണ്. ചിന്നമണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ച് ടൗണിലേക്ക് നടക്കുമ്പോൾ ഒരു സ്ഥലത്താണ് റൂം എടുത്തത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ്. ഒരു AC ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഇത് AC റൂമൊന്നും അല്ല, എന്ന് വെച്ചാൽ AC-യുടെ ചാർജായിട്ട് ഞാൻ എടുത്തതല്ല, അല്ലാതെ നോർമൽ ഒരു നോൺ AC സിംഗിൾ റൂമായിട്ടാണ് എടുത്തത്. 500 രൂപയാണ് ചാർജ്. നീറ്റായിട്ടുള്ള റൂമാണ്. ഒരു ചെറിയൊരു TV ഒക്കെ ഉണ്ട്. അപ്പോഴെന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഒരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം നമ്മൾ വാങ്ങിയ ഒരു കപ്പയും കഴിച്ചിട്ട് റൂമിലിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി പുറത്തോട്ട് കഴിക്കാൻ പോകാൻ തോന്നുന്നില്ല, കാര്യം ഇപ്പോഴും വിശക്കുന്നില്ല. നമ്മൾ കമ്പംകൂഴ് എന്ന് പറഞ്ഞൊരു സംഭവം കഴിച്ചില്ലായിരുന്നോ, അത് സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് വിശപ്പൊന്നുമില്ല കേട്ടോ. എന്താ സംഭവം എന്നൊന്നും അറിയാമേ, പക്ഷേ അത് കഴിച്ചിട്ട് വിശക്കുന്നതൊന്നുമില്ല. പൊറോട്ട കഴിക്കുമ്പോൾ നമുക്ക് വിശക്കത്തില്ലല്ലോ, അതേപോലെ ഇത് കഴിച്ചിട്ട് വിശക്കുന്നതൊന്നുമില്ല. പക്ഷേ പൊറോട്ട എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമെന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷേ എന്നാലും ഞാൻ കഴിക്കും. പക്ഷേ ഈ സാധനം ശരീരത്തിന് ദോഷമൊന്നുമില്ല, ഗുണമുള്ള സാധനമാണെന്നാണ് പറയുന്നത്, ഈ കമ്പംകൂഴ്. അപ്പോഴെന്തായാലും ആ സാധനം മേടിച്ച് കഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിശക്കുന്നതൊന്നുമില്ല. അപ്പോഴെന്തായാലും രാത്രി ഈ ഒരു കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വാങ്ങി വെച്ചിരിക്കുന്ന കപ്പ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ റൂമിൽ തന്നെ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, മുന്തിരിപ്പാടം പൂത്ത് നിൽക്കുന്നതും കാച്ചി നിൽക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചല്ലേ. പക്ഷേ നമുക്ക് വേറൊരു ദിവസം വരാം. ഞാൻ ഇത് കണക്ക് പല കാര്യങ്ങളും വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടല്ലോ. അതേപോലെ നമുക്ക് ഈ ഒരു കാഴ്ച വേറൊരു ദിവസം വന്ന് നമുക്ക് കാണാം. അപ്പോഴെന്തായാലും അത് ഞാൻ ഉറപ്പ് പറയുവാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.